ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. There are 4 machines and it is known that exactly 2 of them are faulty. അതായത് ഈ ഒരു 4 മെഷീൻസ് കൺസിഡർ ചെയ്യുക. ഇതിൽ എക്സാക്ട്ലി 2 എണ്ണം എന്താണ് ഫോൾട്ടി ആണ്, കേടായിട്ടുള്ള മെഷീൻസ് ആണ്, ബാക്കി 2 എണ്ണം നല്ല മെഷീൻസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് 2 എണ്ണം നമുക്കറിയില്ല. ഇത് മിക്സ് ചെയ്തിരിക്കുകയാണ്. പുറമേ നോക്കുന്ന സമയത്ത് മെഷീന് പ്രത്യേകിച്ച് കേടുപാടുകളുള്ളതായിട്ട് തോന്നുന്നില്ല 4. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 1 by 1 ആയിട്ട് അത് ടെസ്റ്റ് ചെയ്യുകയാണ്. They are tested 1 by 1 in random order. റാൻഡം ആയിട്ട് ഒരെണ്ണം എടുക്കുകയാണ്, എന്നിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് they are tested till both faulty machines are selected. ഓക്കെ, ഫോൾട്ടി മെഷീൻസ് കണ്ടുപിടിക്കുന്നവരൊന്നും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ഏതൊക്കെയാണ് ഫോൾട്ടി, ഏതൊക്കെയാണ് ഗുഡ് എന്നുള്ളത്. Then the probability that only 2 tests are needed. അതായത് ആകെ 2 ടെസ്റ്റ് മാത്രമേ ആവശ്യം വന്നിട്ടുള്ളൂ ഇത് വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയെങ്കിൽ എന്താണ് പ്രോബിലിറ്റി? അതിനർത്ഥം എന്താണ്? ആകെ 2 ടെസ്റ്റ് മാത്രമേ ആവശ്യം വന്നിട്ടുള്ളൂ എന്ന് അർത്ഥം എന്താണ്? ആദ്യത്തെ ടെസ്റ്റ് ചെയ്ത സമയത്തും ഫോൾട്ട് കിട്ടി, രണ്ടാമത്തെ ടെസ്റ്റ് ചെയ്ത സമയത്തും ഫോൾട്ട് കിട്ടി. സോ നമുക്ക് ഇവന്റ്സ് ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഈ F1 എന്നുള്ള ഇവന്റ് ഫസ്റ്റ് tested machine is faulty. F2 എന്നുള്ള ഇവന്റ് സെക്കൻഡ് ടെസ്റ്റഡ് മെഷീൻ ഈസ് ഫോൾട്ടി. നമ്മളെന്താ കണ്ടുപിടിക്കേണ്ടത്? പ്രോബിലിറ്റി ദാറ്റ് ഓൺലി 2 ടെസ്റ്റ് ആർ നീഡഡ്. 2 ടെസ്റ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യം എടുത്ത, മലയാളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എടുത്ത മെഷീനും ഫോൾട്ടി ആയിരിക്കണം. അതിന്റെ കൂടെ തന്നെ എന്ത് സംഭവിക്കണം? രണ്ടാമതെടുത്ത മെഷീനും ഫോൾട്ടി ആയിരിക്കണം. The first tested machine is faulty and second tested machine is faulty. So F1 intersection, അതായത് F1 and F2, F1 intersection F2. So ഇതിന്റെ പ്രോബിലിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി എന്ത് ചെയ്യും? ഇൻഡിപെൻഡന്റ് ആണോ? F1ഉം F2ഉം ഇൻഡിപെൻഡന്റ് ആണോ? F1ഉം F2ഉം ഡിസ്ജോയിന്റ് ആണോ? F1ഉം F2 ഇൻഡിപെൻഡന്റ് ആണോ? ഇൻഡിപെൻഡന്റ് ആകണമെന്നുണ്ടെങ്കിൽ F1 നടക്കുന്നതിന്റെ ആ ഒരു ഇവന്റിനെ F2 ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല, തിരിച്ചും ചെയ്യാൻ പാടില്ല. ഇവിടെ F1ന്റെ പ്രോബിലിറ്റി എന്താണ്? F1 ഫസ്റ്റ് ടെസ്റ്റഡ് മെഷീൻ ഫോൾട്ടി ആവുന്നതിന്റെ പ്രോബിലിറ്റി എന്താണ്? 1/2 ആണ്. സെക്കൻഡ് ടെസ്റ്റഡ് മെഷീൻ ഫോൾട്ടി ആവുന്നതിന്റെ പ്രോബിലിറ്റി എന്താണ്? 1/2 മീൻസ് 2/4. 2/4 തന്നെ എഴുതാം, 4/2. അപ്പൊ സെക്കൻഡ് ടെസ്റ്റഡ് മെഷീൻ ഫോൾട്ടി ആവുന്നതിന്റെ പ്രോബിലിറ്റി അത് F1നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? കാരണം ആദ്യം ഈ F1 എന്നുള്ളത് ഫസ്റ്റ് ടെസ്റ്റഡ് മെഷീൻ ഫോൾട്ടി ആയി കഴിഞ്ഞാൽ സെക്കൻഡ് ടെസ്റ്റഡ് മെഷീൻ എന്താവും? ഔട്ട് ഓഫ് 3 only 1 ആർ ഫോൾട്ടി. അതല്ല എന്നുണ്ടെങ്കിലോ, അതായത് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്ത മെഷീൻ ഫോൾട്ടി അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ബാക്കി അവിടെ 2 ഫോൾട്ടി മെഷീൻസും ഒരു ഗുഡ് മെഷീൻ അവശേഷിക്കും. അതായത് എടുത്ത് മാറ്റി വെക്കുകയാണ്. ഓക്കെ, ഇവിടെ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ്. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് തിരിച്ചു വെക്കുന്നില്ല, ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വെക്കുന്നില്ല, മാറ്റി വെക്കുകയാണ്. എന്നാലും മാത്രമല്ല 2 എണ്ണം മെഷീൻസ്, 2 ടെസ്റ്റഡ് മെഷീൻസ് ഫോൾട്ടി ആണെന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. തിരിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് ഇത് നിർത്താൻ പറ്റില്ലല്ലോ. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ്, തിരിച്ചു വെക്കുന്നില്ല. സോ F1 F2നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ദേ ആർ നോട്ട് ഇൻഡിപെൻഡന്റ്, ദേ ആർ ഡിപ്പെൻഡന്റ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം ചോദിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ F1 F2 കൺസിഡർ ചെയ്തു, ഡിസ്ജോയിന്റ് ഇവന്റ്സ് ആണോ? F1 F2നെ ഒരുമിച്ച് സംഭവിക്കാൻ പറ്റുമോ, പറ്റാതിരിക്കുമോ? ഡിസ്ജോയിന്റ് ആകണമെന്നുണ്ടെങ്കിൽ പറ്റാൻ പാടില്ല. ഇത് നമ്മളിപ്പോൾ ആദ്യം ഒരു ഫോൾട്ടി മെഷീൻസ്, ഫസ്റ്റ് ടെസ്റ്റഡ് മെഷീൻ ഫോൾട്ടി ആവുകയും സെക്കൻഡ് ടെസ്റ്റഡ് മെഷീൻ ഫോൾട്ടി ആവുകയും ചെയ്തുകൂടെ? 2 ഫോൾട്ടി മെഷീൻസ് ഉണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ F1 F2 സംഭവിക്കാം. ദേ ക്യാൻ ഹാപ്പൻ. എന്താണ്? ഒരുമിച്ച് ഒരേ സമയം സംഭവിക്കാൻ സാധിക്കും. സോ ദേ ആർ നോട്ട് ഡിസ്ജോയിന്റ്. സോ ഇൻഡിപെൻഡന്റും അല്ല, ഡിസ്ജോയിന്റും ഇല്ല. അപ്പോൾ ഇൻഡിപെൻഡന്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ജനറൽ ആയിട്ട് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ റൂള്, പ്രോബിലിറ്റി ഓഫ് F1 ഇന്റർസെക്ഷൻ F2 എന്നുള്ള ആ ഒരു റൂള് അപ്ലൈ ചെയ്യാം. സോ പ്രോബിലിറ്റി ഓഫ് F1 ആദ്യം എടുക്കുന്ന മെഷീൻ ഫോൾട്ടി ആവുന്നു ഇൻടു പ്രോബിലിറ്റി ദാറ്റ് ദ സെക്കൻഡ് ടെസ്റ്റഡ് മെഷീൻ ഈസ് ഫോൾട്ടി ഗിവൺ ദാറ്റ് ദ ഫസ്റ്റ് മെഷീൻ ഈസ് ഫോൾട്ടി. കണ്ടീഷൻ പ്രോബിലിറ്റിയുടെ ഫോർമുല എന്താണ്? പ്രോബിലിറ്റി ഓഫ് F1 എന്നുള്ളത് 2/4. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് F1 ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു, ഒരു ഫോൾട്ടി മെഷീന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ബാക്കി ഇവിടെ 3 മെഷീൻസ് ഉണ്ടാകും, അതിലൊന്ന് ഫോൾട്ടി ആയിരിക്കും. അപ്പോൾ ആൻസർ എന്ത് വരും? ഇവിടെ 1/2 എന്ന് എഴുതാം. സോ 1/6 ഈസ് ദി ആൻസർ. ഓക്കെ, ഇപ്പോൾ ഞാനൊരു വേറൊരു ചോദ്യം ചോദിക്കാം. ഈ ഫോൾട്ടി മെഷീൻസ് കണ്ടുപിടിക്കുക എന്നതാണോ ഇവിടുത്തെ ആവശ്യം? ഫോൾട്ടി മെഷീൻസും ഗുഡ് മെഷീൻസും തമ്മിൽ വേർതിരിക്കുക എന്നതാണോ ഇവിടുത്തെ ആവശ്യം? ശരിക്കും അതല്ല ആവശ്യം. ഫോൾട്ടി മെഷീൻസും ഗുഡ് മെഷീൻസും തമ്മിൽ വേർതിരിച്ച് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇത് രണ്ടും രണ്ടായിട്ട് മാറ്റുക എന്നുള്ളതല്ല ഇവിടുത്തെ ആവശ്യം. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഇവിടെ ഫോൾട്ടി മെഷീൻസ് രണ്ടും സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ.
They are tested one by one in random order till both faulty machines are selected. അതായത് ഞാൻ മറ്റൊരു കേസിൽ, അതായത് മറ്റൊരു ഐഡിയ കൂടി പറയാം. ആദ്യത്തെ രണ്ടും ഫോൾട്ടി ആകുന്ന സമയത്തും ആദ്യത്തെ രണ്ടും ഗുഡ് മെഷീൻസ് ആകുന്ന സമയത്തും ഈ ഫോൾട്ടി മെഷീൻസിനെ ഗുഡ് മെഷീൻസ് നമുക്ക് വേർതിരിക്കാൻ പറ്റില്ലേ? ഈ F1 F2 പകരമായിട്ട് G1 G2 ഞാൻ പറയുകയാണ്. ആദ്യം എടുക്കുന്ന മെഷീൻ ഗുഡ് മെഷീൻ ആവുന്നു, രണ്ടാമത് എടുക്കുന്ന മെഷീൻ ഗുഡ് മെഷീൻ ആവുന്നു. എന്നിട്ട് പ്രോബിലിറ്റി ഓഫ് G1 ഇന്റർസെക്ഷൻ G2 കാണുന്നു. എന്ത് കിട്ടും? സെയിം തന്നെ കിട്ടും. എന്ത് കിട്ടും? 1/6 തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മളുടെ ആവശ്യം ഫോൾട്ടി മെഷീൻസ് ഐഡന്റിഫൈ ചെയ്യുക എന്നായിരുന്നുവെങ്കിൽ, ഓക്കെ, ടിൽ ബോത്ത് ഫോൾട്ടി മെഷീൻസ് ആർ, ഇവിടെ സെലക്ടഡിന് പകരം ഐഡന്റിഫൈഡ് എന്നായിരുന്നുവെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്നുള്ളത് ഫോൾട്ടി മെഷീൻസ്, ഒന്നെങ്കിൽ അത് ഫോൾട്ടി ആയിട്ടുള്ള രണ്ടെണ്ണം കണ്ടുപിടിക്കുക, ഓർ എന്ത് പറയാം, ഇത് രണ്ട് ടെസ്റ്റിൽ ഓൺലി 2 ടെസ്റ്റ് ആർ റിക്വയർഡ്. രണ്ട് ടെസ്റ്റിൽ തന്നെ ഫോൾട്ടി മെഷീൻസും ഗുഡ് മെഷീൻസും തമ്മിൽ വേർതിരിച്ച്, അല്ലെങ്കിൽ ഫോൾട്ടി മെഷീൻസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യമെങ്കിൽ, രണ്ട് ടെസ്റ്റിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഫോൾട്ടി മെഷീൻസ് കണ്ടുപിടിക്കുക, അതല്ലെങ്കിൽ ഗുഡ് മെഷീൻസ് കണ്ടുപിടിച്ചാൽ മതി. നമുക്കത് വേർതിരിക്കാൻ സാധിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു 2/6 അഥവാ 1/3 എന്നുള്ളത് ആൻസർ ആയിട്ട് വന്നേ. ഇവിടെ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് റിപ്പീറ്റഡ് ടിൽ ബോത്ത് ഫോൾട്ടി മെഷീൻസ് ആർ സെലക്ടഡ്. ഫോൾട്ടി മെഷീൻസ് പൂർണ്ണമായിട്ടും കിട്ടുന്നത് വരെ, അത് ചിലപ്പോൾ എന്താണ്, ആ ഒരു പ്രൊസീജിയറിൽ 1, 2, 3, 4 പ്രാവശ്യം ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അതിൽ തന്നെ ആകെ 2 പ്രാവശ്യം മാത്രമേ ടെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമുള്ളൂ എന്ന രീതിയിൽ പറയുന്നു. അതായത് ആദ്യത്തെ രണ്ടും ഫോൾട്ടി കിട്ടുക, ഈ ഒരൊറ്റ കേസ് മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് 1/6 കിട്ടുന്നത്. അതെല്ലാം ഐഡന്റിഫൈ ചെയ്താൽ മതി ആയിരുന്നുവെങ്കിൽ നമുക്ക് രണ്ടും ഫോൾട്ടി കിട്ടുന്ന കേസോ, അതല്ല എങ്കിൽ ഓർ രണ്ടും ഗുഡ് മെഷീൻസ് കിട്ടുന്ന കേസോ കൺസിഡർ ചെയ്യാമായിരുന്നു. ആ സമയത്ത് നമുക്ക് 1/6 + 1/6 അഥവാ 2/6 അഥവാ 1/3 എന്നുള്ളത് ആൻസർ ആയിട്ട് വരുമായിരുന്നു. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ എന്താണ്? ഇവിടെ ആൻസർ 1/6 ആണ്. കാരണം ഫോൾട്ടി മെഷീൻസ് സെലക്ട് ചെയ്യുക എന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു വേർഡ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 2 balls are drawn from an urn containing 2 white balls, 3 red balls and 4 black balls, 1 by 1 without replacement. What is the probability that at least 1 ball is red? അപ്പോൾ ഇത് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് ഇവിടെ 2, 3, 5, 5, 4, 9 ബോൾസ് ഉണ്ട്. ഈ 9 ബോൾസിൽ നിന്ന് ഇപ്പോൾ 2 ബോൾസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? ഈ 9 ബോൾസ് നിന്ന് 2 ബോൾ സെലക്ട് ചെയ്യുന്നത് 9 സീറ്റ് ബേസിലാണ്. പക്ഷേ ഇവിടെ 9 സീറ്റും അല്ല വരുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ബേസ് ഓഫ് സെലക്ടിങ് 2 ബോൾസ് എന്നുള്ളതല്ല ഇവിടെ വരുന്നത്. ഇവിടെ 1 by 1 ആയിട്ട് സെലക്ട് ചെയ്യണം. ഓരോന്നായിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അല്ലേ? ആദ്യം ഒരെണ്ണം എടുക്കുന്നു, അതിനുശേഷം അടുത്തെടുക്കുന്നു. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത്, ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു റെഡ് ബോൾ, ഒരു വൈറ്റ് ബോൾ സെലക്ട് ചെയ്തു എന്ന് കരുതുക. ഓക്കെ, ഇത് ജസ്റ്റ് സെലക്ഷനാണ്. ഒരുമിച്ച് നമ്മളിങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഇത് ഈ 9 സീറ്റിൽ വരുന്നതാണ്. ഓക്കെ, പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 1 by 1 ആയിട്ട് 1 by 1 വിത്തൗട്ട് റിപ്ലേസ്മെന്റ് എന്നാണ്. അതായത് ആദ്യം റെഡ് എടുക്കുന്നു, പിന്നെ വൈറ്റ് എടുക്കുന്നു. ഇതും ആദ്യം വൈറ്റ് എടുക്കുന്നു, പിന്നെ റെഡ് എടുക്കുന്നു. രണ്ടാണ്. ഇത് രണ്ടും രണ്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അഥവാ ഓർഡർ കൂടി, ഈ സെലക്ഷൻ എടുക്കുന്ന സമയത്ത് ഓർഡർ പ്രാധാന്യമില്ല, ഇവിടെ ഓർഡർ കൂടി കടന്നു വരും. സോ ആക്ച്വലി ഈ കേസിൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 9p2 ആണ്. ഓക്കെ, സെലക്ടിങ് വിത്ത് ആൻ ഓർഡർ. സെലക്ഷൻ മാത്രമല്ല, ഓർഡർ കൂടിയുണ്ട്. ഓക്കെ, സോ 9p2 അത്രയും ബേസിലാണ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, നമുക്കിവിടെ ഇങ്ങോട്ട് ഇതിലേക്ക് കിടക്കണ്ട, ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞൊന്ന് മാത്രം. സോ ഇവിടെ 9 ബോൾസ് ഉണ്ട്. ഈ 9 ബോൾസിൽ നിന്ന് 1 by 1 ആയിട്ട് നമുക്ക് ഓരോ ബോൾസ് എടുക്കണം. വാട്ട് ഈസ് പ്രോബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ബോൾ ഈസ് റെഡ്? പ്രോബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 ball is red is equal to 1 minus probability that none of them are red. കോംപ്ലിമെന്ററി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പഠിച്ചിട്ടില്ലേ? ഓക്കെ, പ്രോബിലിറ്റിന് ഇങ്ങനെയും അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ, ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 minus probability that none of them are red. സോ 1 by 1 ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? 9 ബോൾസ് ഉണ്ട്. അതിൽ റെഡ് അല്ലാത്തത് നോൺ റെഡ് ബോൾസ് എത്ര ഉണ്ട്? 9 ബോൾസ് എത്ര ഉണ്ട്? 9 ൽ 3, 9 മൈനസ് 3, 6 ബോൾസ് അല്ലേ? ഓക്കെ, സോ പ്രോബിലിറ്റി ദാറ്റ് ഫസ്റ്റ് ബോൾ ഈസ് എന്താണ്? ഫസ്റ്റ് ബോൾ നോൺ റെഡ് ആയിരിക്കണം. ഫസ്റ്റ് ബോൾ സെലക്ടഡ് ഈസ് നോൺ റെഡ്. ഞാൻ ഇവന്റ് ഡിഫൈൻ ചെയ്യുകയാണ്. NR1 എന്നുള്ളത് നോൺ റെഡ്. ഓക്കെ, റെഡ് അല്ലാത്തത് ഫസ്റ്റ് ബോൾ റെഡ് അല്ല, ആൻഡ് നോൺ റെഡ് 2 സെക്കൻഡ് ബോളും റെഡ് അല്ല. അതാണ് ഈ രണ്ട് ഇവന്റ്സ് എന്ന് കരുതുക. ഫസ്റ്റ് ബോളും റെഡ് അല്ല, സെക്കൻഡ് ബോളും റെഡ് അല്ല. 1 minus
probability that first ball is not red and second ball selected is not red. Okay, രണ്ടെണ്ണമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് probability that first ball is not red into probability that second ball is not red given that first ball is not red, which is equal to 1 minus first ball not red ആവാതിരിക്കാനുള്ള സാധ്യത എന്താണ്? 6/9. ഇനി ഇൻ കേസ് ആദ്യം എടുത്തിരിക്കുന്നത് നോട്ട് റെഡ് അല്ല, അത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, ഒരു കണ്ടീഷനോട് കൊടുക്കുകയാണ്. ആദ്യം എടുത്തത് നോൺ റെഡ് ആയിട്ടുള്ള ഒരു ബോളാണ്. അപ്പോൾ ബാക്കി അവിടെ 8 ബോൾസ് ഉണ്ടാകും. 8 ബോൾസിൽ നോൺ റെഡ് ആയിട്ടുള്ള ബോൾസ് 5 എണ്ണമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഇതിനെ ഡിവൈഡ് ബൈ 3 ചെയ്യുന്ന സമയത്ത് ഇവിടെ 3 കിട്ടും, ബാക്കി 2 കിട്ടും, പിന്നെ 2 വെച്ചിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യും, അപ്പോൾ 4 കിട്ടും. സോ 5 എന്ത് കിട്ടും? 1 മൈനസ് 5 ഡിവൈഡ് ബൈ 12. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 7 ഡിവൈഡ് ബൈ 12. ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇൻടു പ്രോബിലിറ്റി ഓഫ് എ. കറക്റ്റാണോ? പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എങ്ങനെയൊക്കെ എഴുതാം? ഞാൻ തിരിച്ചായിട്ട് എഴുതുന്നത്. പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ, ഇങ്ങനെയല്ല എഴുതാൻ പറ്റുക. അതല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി, ഇങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, സോ ഇവിടെ ബി വന്നാൽ ഇവിടെ ബി വരും, ഇവിടെ എ വന്നാൽ ഇവിടെ എ വരും. ഓക്കെ, സോ എന്നാൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ എയും ഇവിടെ ബിയും ആണ്. സോ ദേ ആർ നോട്ട് കറക്റ്റ്, ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഓക്കെ, ഇനി പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇത് സിമ്പിൾ ആണ്. പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ ഇൻകറക്റ്റ്. ഇനി പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്നുള്ളത് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ ഇൻകറക്റ്റ്. പ്രോബിലിറ്റി ഓഫ് നൾ സെറ്റ് ഇസ് ഈക്വൽ ടു 0, ഇത് കറക്റ്റ് ആണ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ഓപ്ഷൻ ഇ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പറഞ്ഞതുപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി. കറക്റ്റാണോ? നമ്മളിപ്പോഴല്ലേ പറഞ്ഞത് കറക്റ്റാണല്ലോ. കറക്റ്റാണ്. നമ്മൾ എക്സാമിന് സാധാരണ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഇത് ആൻസർ ചെയ്യാൻ പറ്റും. പ്രൊവൈഡ് ബാക്കിയുള്ള 3 ഓപ്ഷൻസ്, അതായത് 4 ഓപ്ഷൻസ് ഉള്ളെന്ന് കരുതുക, അതിലൊരു ഓപ്ഷനാണ് ഇതെന്ന് കരുതുക. ബാക്കി 3 ഓപ്ഷൻസ് തെറ്റാണ്. നമ്മളോട് ചോദിക്കുന്ന ഏതാണ് ശരിയായുള്ള സ്റ്റേറ്റ്മെന്റ്, ആ രീതി ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, ഇത് ശരിയായുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കാം. പക്ഷെ നമ്മൾ കടുംപിടുത്തം പിടിക്കുകയാണെങ്കിൽ, ഈ മാത്തമാറ്റിക്സ് ഒക്കെ പഠിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കണം. പ്രൊവൈഡഡ് പ്രോബിലിറ്റി ഓഫ് ബി ഗ്രേറ്റർ ദാൻ 0 എന്നൊരു കാര്യം കൂടി ഉണ്ട്. പ്രൊവൈഡഡ് പ്രോബിലിറ്റി ഓഫ് ബി ഗ്രേറ്റർ ദാൻ, ഇത് എഴുതുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എഴുതുന്ന ഒരു കാര്യമാണ് പ്രൊവൈഡഡ് പ്രോബിലിറ്റി ഓഫ് ബി ഗ്രേറ്റർ ദാൻ 0. ഇതൊരു കണ്ടീഷൻ കൂടിയാണ്. ഈ കണ്ടീഷൻ വേണമെന്ന് നിർബന്ധം ശരിക്കും അവിടെ ഉണ്ട്. ശരിക്കും നമ്മൾ നിർബന്ധം പറയേണ്ടതുണ്ട്, മസ്റ്റായിട്ട് അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മളത് എന്താണ് അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്, ആ ഡിഫൈൻ ചെയ്ത സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എഴുതുന്നത്, കൺസിഡർ ചെയ്തിട്ട് അത് ആൻസർ ആയിട്ട് കൊടുക്കും, അതും കറക്റ്റ് ആണെന്നുള്ള രീതിയിൽ പറയും. ഓക്കെ, ഇൻ കേസ് 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻസിൽ ഇപ്പോൾ ബി സി ഡി ഇ ഈ 4 ഓപ്ഷനാണ്. നമ്മളുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒരെണ്ണമായിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഇ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ശരിയാണെന്ന് പറഞ്ഞാൽ മതി. അതേസമയം ഇങ്ങനൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, ബാക്കിയുള്ള 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ആദ്യത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ തെറ്റാണ്. അപ്പോൾ പിന്നെയുള്ളത് ഈ ഒരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? ശരിയായിട്ട് കൊടുക്കാം. ഓക്കെ, ഈ പ്രോബിലിറ്റി ഓഫ് ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് കൊടുത്തിട്ടില്ല എങ്കിലും അത് ശരിയായിട്ട് കൊടുക്കാം. അതേസമയം വേറൊരു ഓപ്ഷൻ അവിടെ ഉണ്ട് എന്ന് കരുതുക. എങ്ങനെ? ഈ പ്രോബിലിറ്റി ഓഫ് 5 is equal to 0 എന്നുള്ള കറക്റ്റായിട്ടൊരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്ന സമയത്ത് അത് തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. ഓക്കെ, സാധാരണ രീതിയിൽ ഇങ്ങനെ കൊടുത്തില്ല എങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. പക്ഷേ സ്ട്രിക്റ്റ് ആയിട്ട് ശരിക്കും പ്രോബിലിറ്റി ഓഫ് ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. കാരണം ഇവിടെ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി എന്നാണ്. ഓക്കെ, ഒരു ഡെഫിനിഷൻ പ്രകാരം ഇവിടെ കണ്ടീഷൻ പ്രോബിലിറ്റി ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് പ്രോബിലിറ്റി ഓഫ് ബി ഗ്രേറ്റർ ദാൻ 0 എന്നുകൂടി ഉണ്ടാകും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. പ്രോബിലിറ്റി ഓഫ് എ, പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി നൽകിയിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് ബി കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ എ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ വിച്ച് ഇസ് ഈക്വൽ ടു 1/4 അല്ലേ, ഇതെല്ലാം എടുത്തിരിക്കുന്നത് 1/2.
ഓക്കെ, സോ ഇതിൽ നിന്ന് നമ്മൾക്ക് ഈ പ്രോബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ എക്ക് എന്ത് കിട്ടും? പ്രോബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു 1/2. പ്രോബിലിറ്റി ഓഫ് എ എന്താണ്? 1/4. 1/4 ഇൻറ്റു 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 1/8. എന്ത്? പ്രോബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ എ. ഇനി പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു 1/4 നൽകിയിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി, അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 1/4. സോ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ വാല്യൂ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. പ്രോബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ എ അത് തന്നെയാണ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. സോ അവിടെ 1/8 കൊടുക്കാം. ദിസ് ഇംപ്ലൈസ് 1/8 ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ബിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുവരികയാണ്. പ്രോബിലിറ്റി ഓഫ് ബി ഡിവൈഡഡ് ബൈ 4. 4നെ ഡിവൈഡ് ബൈ 4 എന്നുള്ള ഈ 4നെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരികയാണ്. 4 വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 4 ഡിവൈഡ് ബൈ 8 അഥവാ 1/2. ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. അതാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോബിലിറ്റി ഓഫ് ബി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 2 കാർഡ്സ് ആർ ഡ്രോൺ സക്സസീവ്ലി വിതൗട്ട് റീപ്ലേസ്മെന്റ് ഫ്രം എ പാക്ക് ഓഫ് 52 കാർഡ്സ്. സക്സസീവ്ലി മീൻസ് ഓരോന്നോരോന്നായിട്ട്. വിതൗട്ട് റീപ്ലേസ്മെന്റ് മീൻസ് ഒരെണ്ണം എടുത്ത് കഴിഞ്ഞാൽ തിരിച്ചു വെക്കുന്നില്ല, മാറ്റി വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരെണ്ണം എടുക്കുന്നു, മാറ്റി വെക്കുന്നു, അടുത്ത് എടുക്കുന്നു, മാറ്റി വെക്കുന്നു. അങ്ങനെ 2 കാർഡ്സ് എടുക്കുന്നു 52 കാർഡ്സിൽ നിന്ന്. പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് 2 aces. ടോട്ടൽ എത്ര ഏസുകളുണ്ട്? നമ്പർ ഓഫ് ഏസസ് 4. ഓക്കെ, ടോട്ടൽ 52-ൽ 4 ഏസാണ് ഉള്ളത്. സോ റിക്വയർഡ് പ്രോബിലിറ്റി ഞാൻ ഇവന്റ് ഒക്കെ ഡിഫൈൻ ചെയ്യണോ? ഇവന്റ് A1 എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കാർഡ് ഈസ് an ace. A2 സെക്കൻഡ് കാർഡ് ഈസ് an ace. സോ ഫസ്റ്റ് കാർഡ് ഏസ് ആയിരിക്കണം. 2 കാർഡാണ് എടുക്കുന്നത്, രണ്ടും ഏസ് ആകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാർഡ് ഏസ് ആയിരിക്കണം ആൻഡ് സെക്കൻഡ് കാർഡ് ഏസ് ആയിരിക്കണം. ഇതിന്റെ പ്രോബിലിറ്റി തിരിച്ചു വെക്കുന്നില്ല കാർഡുകൾ. സോ പ്രോബിലിറ്റി ഓഫ് ഫസ്റ്റ് കാർഡ് ഈസ് an ace ഇൻറ്റു പ്രോബിലിറ്റി ദാറ്റ് സെക്കൻഡ് കാർഡ് ഈസ് an ace ഗിവൺ ദാറ്റ് ദ ഫസ്റ്റ് കാർഡ് ഈസ് an ace. അപ്പോൾ ആദ്യത്തെ എടുക്കുന്ന കാർഡ് ഏസ് ആകുന്ന പ്രോബിലിറ്റി 4 ഡിവൈഡഡ് ബൈ 52. അപ്പോൾ ഇനി നമ്മൾ കൺസിഡർ ചെയ്ത കണ്ടീഷൻ പ്രോബിലിറ്റി ആണ്. ഗിവൺ A1 ആണ്. A1 എന്നുള്ളത് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തത് ഏസ് ആണ്. അതിനർത്ഥം ബാക്കി അവിടെ 3 ഏസേ ഉള്ളൂ. അവിടെ ബാക്കി 51 കാർഡ്സേ ഉള്ളൂ. ഓക്കെ, സോ 4 ഡിവൈഡഡ് ബൈ 52 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 51. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് സുഖമുള്ള രീതിയിലല്ലേ കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 52 ഡിവൈഡഡ് ബൈ 4 ചെയ്യാൻ പറ്റില്ലേ? 52 ഡിവൈഡ് ബൈ 4 ചെയ്യാം. ഇവിടെ 1, ഇവിടെ 13. 51 ഡിവൈഡ് ബൈ 3 ചെയ്യാൻ പറ്റുമോ? 51 ഡിവൈഡ് ബൈ 3 ചെയ്യാൻ പറ്റും. 17 കിട്ടും. ഓക്കെ, which is equal to 1 divided by 30 into 17. ഓക്കെ, ആ രീതിയിലാണ് ഒരു ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. 1 divided by 13 into 1 divided by 17. ഓപ്ഷൻ എ is the right answer. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. A pair of dice is thrown. ഇപ്പൊ 2 ഡൈസ് ഒരുമിച്ച് എറിയുകയാണ്. And the sum of numbers occurring is observed to be 6. എന്താണ് പറയുന്നത്? 2 ഡൈസ് എറിയുന്നു. The sum of numbers occurring is observed to be 6. ഓക്കെ, ഇപ്പം ഞാനൊരു ഇവന്റ് എ ഡിഫൈൻ ചെയ്യുകയാണ്. സം ഈസ് 6. ഓക്കെ, 2 ഡൈസ് എറിയുന്നു, കിട്ടുന്ന നമ്പേഴ്സ് ഫോർ എക്സാമ്പിൾ 2, 4. ഓക്കെ, അതുപോലെ നമ്പേഴ്സ് കിട്ടുകയാണെങ്കിൽ അത് 6 കിട്ടുന്നുണ്ട് സം. സോ വാട്ട് ഈസ് ദ കണ്ടീഷൻ പ്രോബിലിറ്റി ദാറ്റ് നമ്പർ 4 ഹാസ് അപ്പിയർഡ് അറ്റ്ലീസ്റ്റ് വൺസ്? 4 appeared at least once. ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പൊ സാധാരണ രീതിയിൽ 2 ഡൈസ് എറിയുന്ന സമയത്ത് 6 സ്ക്വയർ ഔട്ട്കംസ് ആണ് ഉണ്ടാവുക, 36 ഔട്ട്കംസ് ആണ് ഉണ്ടാവുക. അതിൽ നിന്ന് 4 അപ്പിയർ ചെയ്യുന്ന ഔട്ട്കംസ് നമുക്ക് എണ്ണിയെടുക്കാം, അല്ലേ? നമ്മൾ അവിടെ സാമ്പിൾ സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 6 സ്ക്വയർ അത്രയും 36 ഔട്ട്കംസും നമ്മൾ കൺസിഡർ ചെയ്യും സാമ്പിൾ സ്പേസിലുള്ളത്. എന്നാൽ ഇവിടെ കണ്ടീഷൻ പ്രോബിലിറ്റി ആകുന്ന സമയത്ത് കണ്ടീഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സം ഈ 6. സം 6 കിട്ടുന്ന ഏതൊക്കെ കേസ് ഉണ്ട്? സം 6 കിട്ടുന്നത് 1 5 5 1 2 4 4 2 3 3 പിന്നെ 4 ഇല്ല, അത്രയേ ഉള്ളൂ. സോ ഇത് 5 എണ്ണം മാത്രമേ 1 2 3 4 5 5 എണ്ണം മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ
അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും 4 അപ്പയർ ചെയ്യുന്നത് 1 2 ആൻസർ എന്തോരും 2/5 ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് കാണുന്ന സമയത്ത് ആ പ്രോബിലിറ്റി ഓഫ് ഇവിടെ എയും ബിയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇതാണ് നമുക്ക് ആക്ച്വലി കാണേണ്ടത്. പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഡയറക്റ്റ് പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഫോർമുല എഴുതാൻ പോരുത്. കാരണം എന്താ, നമുക്ക് വളരെ എളുപ്പത്തിൽ ഇവിടെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. നമ്മൾ വെറുതെ ബുദ്ധിമുട്ടരുത്. ആക്ച്വലി എഴുതണമെങ്കിൽ എഴുതാം പ്രോബിലിറ്റി ഓഫ് എ ഇൻട്രസ്റ്റ് ബി ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ. പ്രോബിലിറ്റി ഓഫ് എ കണ്ടുപിടിക്കാം. പ്രോബിലിറ്റി ഓഫ് എ എന്താ, സം ഈസ് 6. സം ഈസ് 6 എന്നുള്ളത് 1 2 3 4 5. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് എ ഇൻട്രസ്റ്റ് ബി എന്താണ്, രണ്ടും സംഭവിക്കുന്നത്. സമ്മ് 6 ആവുകയും അപ്പോഴും ഈ കാര്യങ്ങളൊക്കെ എഴുതണം. സമ്മ് 6 ആവുകയും 4 ഒരു പ്രാവശ്യമെങ്കിലും അപ്പിയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ 1 2 ആകെ രണ്ടെണ്ണേ ഉള്ളൂ. 2/36. പ്രോബിലിറ്റി ഓഫ് എ ആണെന്നുണ്ടെങ്കിലോ 5/36 കട്ട് ചെയ്ത് പോകും. 2/5. ഓക്കെ, ഇത് തന്നെ നമുക്ക് ആദ്യം കിട്ടിയത്. വളരെ ചില ക്വസ്റ്റ്യനുകൾക്ക് അങ്ങ് പെട്ടെന്ന് ഇതുപോലെ ആ സാമ്പിൾ സ്പേസ് റിഡ്യൂസ് ചെയ്തുകൊണ്ട് ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങനെ റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ സാഹചര്യങ്ങൾക്ക് നമുക്ക് ഇവിടെ ഇതുപോലെ ആ ഫോർമുല തന്നെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. പ്രോബിലിറ്റി ഓഫ് എ നൽകിയിട്ടുണ്ട്, പ്രോബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് നൽകിയിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് നൽകിയിട്ടുണ്ട് അർത്ഥം എന്താണ്, പ്രോബിലിറ്റി ഓഫ് ബി എന്ന് നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ, പ്രോബിലിറ്റി ഓഫ് ബി, പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ചോദിക്കുകയാണ്. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻട്രസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, പ്രോബിലിറ്റി ഓഫ് എ ഇൻട്രസെക്ഷൻ ബി കണ്ടുപിടിക്കണം. എവിടെ നിന്ന് കണ്ടുപിടിക്കും, പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് കണ്ടുപിടിക്കും. കാരണം പ്രോബിലിറ്റി ഓഫ്, അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമുക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബിയിലെ പ്രോബിലിറ്റി ഓഫ് എ ഇൻട്രസെക്ഷൻ ബി ഉണ്ട് എന്നുള്ള കാര്യം അറിയാം അല്ലേ. ആ ഫോർമുല ഉണ്ട്. അവിടെ ബാക്കി അവശേഷിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് എയുടെ വാല്യൂയും പ്രോബിലിറ്റി ഓഫ് ബിയുടെ വാല്യൂ ആണ്. പ്രോബിലിറ്റി ഓഫ് ബിയുടെ വാല്യൂ പ്രോബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് നിന്ന് കിട്ടും. ഇത്തരം കാര്യങ്ങളെ കണക്ട് ചെയ്ത് വേണം നമുക്ക് ആൻസറിലേക്ക് എത്തുവാനായിട്ട്. അപ്പോൾ ഈ ഫോർമുലാസ് നമുക്ക് നല്ലതുപോലെ വശം ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരികയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടും. ഓക്കെ, സോ പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, ഇക്വേഷൻ 1 എന്ന് വിളിക്കുകയാണ്. ഇക്വേഷൻ 1 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. പ്രോബിലിറ്റി ഓഫ് എ യൂൺ ബി എന്നുള്ളത് 5/7, പ്രോബിലിറ്റി ഓഫ് എ 1/4, 1/2 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, സോ ഇവിടെ 1/4 പ്ലസ് ഇവിടെ 5/7 എന്ന് ഇടാം. 1/4 പ്ലസ് 1/2 2/4 എന്ന് എഴുതാം. സോ 3/4 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അഥവാ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. ഇത് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാം. 3/4 മൈനസ് 5/7. ഓക്കെ, 3 into 7 21, 21 മൈനസ് 4 into 5 20, 21 മൈനസ് 21 ഡിവൈഡ് ബൈ 4 into 7. 7 14 14 14 28. ഓക്കെ, ഇനി നോക്കുക. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ വാല്യൂ കിട്ടി 1/28 ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബിയുടെ വാല്യൂ എന്താണ് 1/. ഓക്കെ, സോ ആൻസർ എന്ത് കിട്ടും, 2/28 അഥവാ 1/14. ഓക്കെ, ആൻസർ വിൽ ബി 1/14. ഇവിടെ കൊടുത്തിട്ടുണ്ടോ 1/14 എന്നുള്ള ആൻസർ? ഇല്ല, കൊടുത്തിട്ടില്ല. സോ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബവ് അല്ലെങ്കിൽ നൺ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ എ ക്ലാസ് 30% സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ ഫിസിക്സ്, 25% of students failed in chemistry, 18% failed in both physics and chemistry. If one student is selected at random, what is the probability that he has failed in physics given that he has failed in chemistry? എല്ലാം തോൽവിയുടെ കാര്യമാണ് പറയുന്നത്. നോക്കുക, ഇവിടെ നമുക്ക് ഇവന്റ് ഡിഫൈൻ ചെയ്യണം. ഗിവൺ ദാറ്റ്, ഇപ്പോൾ ചാടി കയറി തന്നെ നമുക്ക് ചെയ്യാം. ഗിവൺ ദാറ്റ് ഹി ഹാസ് ഫെയിൽഡ് കെമിസ്ട്രി. ഞാൻ ഇവന്റിനെ ഞാൻ സി എന്ന് വിളിക്കുകയാണ്. ഫെയിൽഡ് ഇൻ കെമിസ്ട്രി. പി ഫെയിൽഡ് ഇൻ ഫിസിക്സ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? പ്രോബിലിറ്റി ദാറ്റ് ഹി ഹാസ് ഫെയിൽഡ് ഇൻ ഫിസിക്സ് ഗീവൺ ദാറ്റ്. ഇവിടെ ഞാൻ പി എന്ന് എഴുതാതെ പിയും ബിയും രണ്ടും പി ആയും കൺഫ്യൂഷൻ ആവുന്നുണ്ട്. പ്രോബിലിറ്റി തന്നെ എഴുതുന്നത്. പ്രോബിലിറ്റി ദാറ്റ് ഹി ഹാസ് ഫെയിൽഡ് ഇൻ ഫിസിക്സ് ഗീവൺ ദാറ്റ് ഹി ഹാസ് ഫെയിൽഡ് ഇൻ കെമിസ്ട്രി. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. സോ പ്രോബിലിറ്റി ദാറ്റ് ഇവിടെ എങ്ങനെ എഴുതാം? പ്രോബിലിറ്റി ദാറ്റ് പി ഇന്റർസെക്ഷൻ സി
ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് സി. ടി ഇന്റർസെക്ഷൻ സി എന്താണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിസിക്കലും കെമിസ്ട്രിയിലും തോറ്റു 18%. ഓക്കെ, 18% 0.18 എന്ന് എഴുതാം. ഡിവൈഡർ ബൈ ഫെയിൽഡ് ഇൻ കെമിസ്ട്രി. ഇവിടെ കൊടുത്തിരിക്കുന്നത് 25% ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ കെമിസ്ട്രി 0.25 അഥവാ 18 ഡിവൈഡർ ബൈ 25. ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയൊരു ക്വസ്റ്റ്യൻ ആയി തോന്നും, പക്ഷെ വളരെ സില്ലി ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യുന്ന, പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും തരാത്ത തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ടു ഇവന്റ്സ് എ ആൻഡ് ബി ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഡിസ്ജോയിന്റ് ഇവന്റ്സ് അല്ല. ആൻഡ് ഈ പ്രോബിലിറ്റി ഓഫ് ബി നൽകിയിട്ടുണ്ട്, പ്രോബിലിറ്റി ഓഫ് എ, പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി നൽകിയിട്ടുണ്ട്, പ്രോബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് ഗീവൺ എ ചോദിച്ചിരിക്കുകയാണ്. പ്രോബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് ഗീവൺ എ വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് intersection A divided by probability of A. So what is probability of B complement intersection A? വെൻ ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. അതായിരിക്കും കുറച്ചുകൂടി, നമുക്ക് എല്ലാ ഫോർമുലാസും നമുക്കൊന്ന് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. സോ ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എയിൽ ഉണ്ടാകണം, എന്നാൽ ബി കോംപ്ലിമെന്റ് ആയിട്ടുള്ള ഭാഗം, ബി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എ, ബിയിൽ ഉണ്ടാകാൻ പാടില്ല, എന്നാൽ എയിൽ ഉണ്ടാകണം, ഈ ഒരു പോർഷൻ. ഓക്കെ, സോ ആക്ച്വലി ഇതെന്താണ്? ന്യൂമറേറ്ററുള്ള ഭാഗം പ്രോബിലിറ്റി ഓഫ് എയിൽ നിന്ന് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി സെപ്പറേറ്റ് ചെയ്താൽ മതി, ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ. പ്രോബിലിറ്റി ഓഫ് എ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താണ്? അത് കണ്ടുപിടിച്ചിട്ടില്ല, അത് കണ്ടുപിടിക്കണം. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു 5/9 വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, so probability of A intersection B is equal to 1/4 plus 1/2 എന്ത് വരും? 1/4 ഞാൻ 2/4 എന്ന് എഴുതുകയാണ്. സോ 3/4 മൈനസ് 5/9. ഓക്കെ ആണല്ലോ. ഓക്കെ, 3 into 9 27 മൈനസ് 5 into 4 20. സോ 7 divided by 4 into 9 എത്ര കിട്ടും? 36 കിട്ടും. ഓക്കെ, സോ പ്രോബിലിറ്റി ഓഫ് എ എന്നുള്ളത് എന്താണ് കിട്ടുന്നത്? 1/4 മൈനസ് 7/36 ഡിവൈഡഡ് ബൈ 1/4. ഓക്കെ, സോ 36 1/4 മൈനസ് 36 എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? എളുപ്പവഴി എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് 4 into 9 ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ആക്കാനായിട്ടായിരുന്നു. സോ ഇവിടെ 9 ഡിവൈഡഡ് ബൈ ഇൻറ്റു ഇവിടെ 9. ഓക്കെ, മുകളിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്റർ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ 4 into 9 എന്നുള്ളത് 36 ആണ്. സോ 9 minus 7 2/36 ഡിവൈഡഡ് ബൈ 1/4. 36 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ 9 കിട്ടും. സോ 2/9 ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ലെറ്റ് എ ആൻഡ് ബി ബി ടു ഇവന്റ്സ് എ ആൻഡ് ബി ആർ സച്ച് ദാറ്റ് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു 0.3, പ്രോബിലിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു 0.4, പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു 0.5. then find the value of probability of B given A intersection B complement. കാണുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ തോന്നില്ല അല്ലേ, കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം പോലെ. പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എങ്ങനെ എഴുതാം? ഇതൊരൊറ്റ ഇവന്റ്, ഒരു പുതിയൊരു ഇവന്റ് സി ആണെന്ന് അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി ആണെന്നുള്ള രീതിയിൽ എടുക്കുക. ഓക്കെ, ഒരൊറ്റ ഇവന്റ് ആയിട്ട് എടുക്കുക. അങ്ങനെ സാധാരണ റീച്ച് ചെയ്യുന്നത് പ്രോബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എങ്ങനെയല്ലേ എഴുതുക? ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് വിച്ച് ഈസ് ഈക്വൽ ടു, ഞാനിവിടെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നുള്ളത് ബി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എ നിന്ന് കുഴപ്പമുണ്ടോ? പ്രോബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇതിനെ ഒരുമിച്ച് എഴുതുകയാണ്. ഇതിനെ ഒരുമിച്ച് ചെയ്ത് എന്താ കിട്ടുക? ബി ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നുള്ളത് ബി ആൻഡ് ബി കോംപ്ലിമെന്റ് ആർ ഡിസ്ജോയിന്റ് ഇവന്റ്സ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് നൾസെറ്റ് അല്ലേ കിട്ടുക? നൾസെറ്റ് ഇന്റർസെക്ഷൻ എ എന്നുള്ളത് തന്നെയാണ്. എഗെയിൻ നൾസെറ്റ് തന്നെ കിട്ടുക. പ്രോബിലിറ്റി ഓഫ് നൾസെറ്റ് എന്താണ് കിട്ടുക? ഇവിടെ എന്ത് കാലം താഴെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അതായത് ബി ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നുള്ളത് എന്താണ് കിട്ടുക? നൾസെറ്റ് ആണ് കിട്ടുക. നൾസെറ്റ് ഇന്റർസെക്ഷൻ ഏത് കിട്ടും? ഞാൻ എന്ത് എഴുതാൻ പറ്റുക? എ ഇന്റർസെക്ഷൻ നൾസെറ്റ് നോക്കി കഴിഞ്ഞാൽ നൾസെറ്റ് ആണ് കിട്ടുക. ഓക്കെ, സോ ന്യൂമറേറ്ററിലെ വാല്യൂ ആക്ച്വലി എന്താണ്? പ്രോബിലിറ്റി ഓഫ് നൾസെറ്റ്. അല്ല, നൾസെറ്റ് ആയിപ്പോയി. അപ്പോൾ ന്യൂമറേറ്റർ എന്ത് വരും? ന്യൂമറേറ്റർ 0 വരും. ഡിനോമിനേറ്റർ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിന്റെ ആവശ്യമുണ്ടോ?
ഇല്ല. ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു 0. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, ഇപ്പോൾ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് ക്വസ്റ്റ്യൻ തോന്നിയെങ്കിലും പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഈ കൊടുത്തിരിക്കുന്ന വാല്യൂസിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ വന്നില്ല. ഓക്കെ.